ആന്റി ആന്റി എന്താ FB-യിലും ഇൻസ്റ്റയിലും ഒന്നും ഭാഗ്യേണ്ടി ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്താ എല്ലാത്തിലും പ്രത്യക്ഷപ്പെട്ടെ? എനിക്ക് സത്യം പറഞ്ഞ ഭയങ്കര പേടിയുള്ള ഒരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാ അത് നമ്മൾ ഈ ഒരുപാട് വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മളുടെ ഈ പ്രതികരണത്തിനെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വളച്ചൊടിച്ച് ആൾക്കാർ അത് അതിന്റെ താഴെ വന്ന് തെറി വിളിക്കുക. അപ്പൊ എനിക്ക് എന്തോ ഇതൊരു ശരിയല്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് കരുതി ഞാൻ ഇതിൽ നിന്ന് എല്ലാം മാറി നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ അത് കാരണം ഈ എന്തിനു ഈ നാട്ടുകാരുടെ ചീത്ത വിളി മുഴുവൻ കേൾക്കണെന്ന് പറഞ്ഞ് ഞാൻ പ്രതികരണമൊക്കെ പതുക്കെ ഒഴിവാക്കി. പക്ഷെ നമുക്കിപ്പോ പ്രതികരിക്കണമെങ്കിൽ നമുക്ക് പേഴ്സണലി നമുക്ക് എല്ലാം പറയാം. അതല്ലാതെ എപ്പോഴും ടെലിവിഷനിൽ പോയി ഇരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ പണ്ടത്തെ മാതിരിയല്ലേ, ഇപ്പൊ കുറെ സമയമുണ്ടല്ലോ. പണ്ടൊക്കെ നമ്മള് ഫുൾ ടൈം ബിസി ആയിരുന്നു. ഇപ്പൊ പിന്നെ ഇപ്പൊ വയസ്സായില്ലേ, എപ്പോഴും നമ്മളിങ്ങനെ ബിസി ആയിരിക്കില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് എന്താ സംഭവം എന്നൊന്ന് അറിയണല്ലോ. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാം FB-യിലും വന്നു, പിന്നെ യൂട്യൂബ് ചാനലും. അപ്പൊ അതിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യോ? ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടെക്നോളജി ഒന്നും അറിയില്ല. ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതില് പിന്നെ മ്യൂസിക് ആഡ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെയുള്ള ഒന്നും അറിയില്ല. ചെറിയ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ മൊബൈൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്യും. പക്ഷെ അത് അറിഞ്ഞുകൂടാത്തതിന്റെ ഒരു എന്താ പറയാ, ഒരു കോംപ്ലക്സ് എനിക്കുണ്ട്, ഒരു ചളിപ്പുണ്ട്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത്, ഇവർ ഇത്രയും കാലം സിനിമയിൽ. എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പൊ എന്റെ വീഡിയോയിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിക്കുക. ഭാഗ്യന്റെ സിനിമയിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ സിനിമയിൽ വന്നിട്ട് ഇപ്പോ 51 വർഷമായി. ഓ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ 51 വർഷത്തിന്റെ? എന്തിന്, ഡബിങ്ങിലൊക്കെ ഒരുപാട് കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ മാത്രം അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആരാ കൊണ്ടുവന്നേ സിനിമയിലേക്ക്? നീ എന്നെ ഇന്റർവ്യൂ ചെയ്യണോ? എന്നെ കൊണ്ടുവന്നത് ബാബു എന്ന് പറയുന്ന ഒരു സംവിധായകൻ, ബാബു. ഏത് വർഷം? 1973. ഓ, എന്നിട്ട് ചെറിയ കുട്ടിയായിരുന്നു അന്ന്. കുറെ സിനിമകളൊക്കെ ചെയ്തു. പിന്നെ കുറേശ്ശെ ഇപ്പൊ നീ പറയുന്നില്ല ആന്റി, എന്റെ ശബ്ദത്തിന് എന്താ അത് ഈ പ്രായത്തിന്റെ ഒരു മാറ്റാണ്. ഈ ചെറിയ കുട്ടിയിൽ നിന്ന് ഇപ്പൊ നിനക്ക് 13 വയസ്സായി, 13-ൽ നിന്ന് ശബ്ദം ഇങ്ങനെ പതുക്കെ മാറാൻ തുടങ്ങും. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ. ചൈൽഡ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്ത് പിന്നെ എന്റെ ശബ്ദം ചൈൽഡും അല്ല ടീനേജും അല്ലാത്തൊരു ഇതിലേക്ക് പോയി. അങ്ങനെ പിന്നെ കുറച്ച് ചെറിയ വോയിസ് ഒക്കെ ചെയ്തു. പിന്നെ ഹീറോയിൻ വോയിസ് ആയി. 17 വയസ്സായപ്പോ വോയിസ് ഒന്ന് ഉറച്ചു. അതുപോലെ ഉണ്ണിക്കുട്ടനും ഇങ്ങനെ ആ സമയമാകുമ്പോ വോയിസ് ഒന്ന് ഉറയ്ക്കും. ഭാഗിനി, നമ്മളിപ്പോ എങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ? കോഴിക്കോട്ടേക്ക്. എന്താണോ അല്ല എന്താവോ ആണ്. എന്താവോന്നാ? എന്താവോ എന്തോ. എന്ത് സൂചി കൊണ്ട പോലെ എന്ത് 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 കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. ഡബിങ് കൊറേ കാലം അങ്ങനെ ചെയ്യുമ്പോ ബോറടിക്കില്ലേ ഭാഗ്യേണ്ടി? സിനിമയിലൊക്കെ അഭിനയിച്ചൂടെ ഇടയ്ക്ക്? ചാൻസ് കിട്ടാഞ്ഞിട്ടാ?
ആൾക്കാർ വിളിക്കാനിട്ടോ? അതോ അഭിനയിക്കാൻ അറിയാൻ? അതോ അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടോ? ചോദിക്കടാ, എന്തുകൊണ്ട് ഡബ് ചെയ്യണമെങ്കിൽ അഭിനയിക്കാൻ അറിയാതെ ഡബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡബിങ് ബോറടിക്കില്ല. കാരണം വളരെ ഇഷ്ടത്തോടു കൂടിയല്ലേ ഡബ് ചെയ്യുന്നത്. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. നമ്മൾ എന്തിനോ പഠിച്ചിട്ട് വേറെന്തോ ജോലി ചെയ്യും, അപ്പൊ നമുക്ക് ബോറടിക്കും. പക്ഷെ സിനിമ എന്ന് പറയുന്ന ആഗ്രഹിച്ചു വന്ന ഒരാൾക്ക് സിനിമ ബോറടിക്കുകയില്ല. പിന്നെന്താ വെച്ചാൽ അഭിനയം ആക്ച്വലി എനിക്ക് വരില്ല. എനിക്ക് വോയിസിലൊക്കെ ഇങ്ങനെയൊക്കെ വരുമായിരിക്കാം, പക്ഷെ എനിക്ക് മുഖത്ത് അങ്ങനെ ഭാവങ്ങൾ വയ്യെന്ന് ചോദിച്ചാൽ എന്താ പറയാ, നീയാണ് നിന്റെ നിറം മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്താ അറിയില്ല. എനിക്ക് ഈ കരച്ചില് അതൊന്നും എനിക്ക് അങ്ങനെ വരില്ല. ഞാനിങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ മാത്രമേ എനിക്ക് പറ്റൂ. പക്ഷെ എല്ലാ സിനിമയിലും അങ്ങനത്തെ റോള് കിട്ടും. മുത്തശ്ശികഥ എന്ന് പറയുന്ന ഒരു സിനിമ അത് ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് അത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. അതേപോലെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. അയ്യേ പൊളി റോൾ. ഒരു പാട്ട് പാടുണ്ടായിക്കോട്ടെ. ആകാശമായവളെ, അകലെ പറന്നവളെ, ചിറകാതിരുന്നല്ലോ നീ, അറിയാതെ പോയല്ലോ നിഴലോ മാഞ്ഞുപോയി, വഴിയും മറന്നുപോയി, തോരാത്തരാമഴയിൽ ചൂട്ടുമടഞ്ഞുപോയി, പാട്ടും എഞ്ഞുപോയി, ശൂന്യമായി. മനസ്സിലായിട്ട് പാടുന്നുണ്ടല്ലോ ഉണ്ണിക്കുട്ടൻ. പിന്നെന്താ എത്ര മടി? അറിയില്ല, എനിക്ക് എന്റെ സൗണ്ട് അത്ര പോരാ. അത് ഏജിന്റെ ഡിഫറൻസ് ആട്ടോ. പക്ഷെ പാട്ട് പാടാൻ പറ്റുമെങ്കിൽ ഒരിക്കലും കൈവിടരുത്. എന്താ? കാരണം എല്ലാവർക്കും ഒന്നും പാട്ട് പാടാൻ പറ്റില്ല. വളരെ ഞാൻ അത്ര നന്നായിട്ട് പാടുണ്ടോ? നന്നായിട്ട് പാടുന്നുണ്ട്. നിനക്ക് ശ്രുതി ഉണ്ട്, എല്ലാം ഉണ്ട്. വോയിസ് ചേഞ്ച് ആവുന്നതിന്റെ ഒരു ഇതാണ് നിനക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് പാടിയിരുന്നു കേട്ടോ. ഞാൻ സ്റ്റേജിലൊക്കെ പാടും. ഞാൻ ഗാനമേളക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ നന്നായി പാടുണ്ടോന്ന് എല്ലാരും ഒന്ന് പറയണേ. അറിയോ? എല്ലാരും ഒന്ന് പറഞ്ഞേ, ഉണ്ണിക്കുട്ട അസലായിട്ട് പാടുന്നുണ്ടെന്നൊന്ന് പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഒരു വലിയ ഗായകനാണ്. അത്രയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറയരുതടാ. അസലായിട്ട് പാടുന്നുണ്ടല്ലോ ഉണ്ണിക്കുട്ടൻ. പിന്നെന്താ എത്ര മടി? അറിയില്ല, എനിക്ക് എന്റെ സൗണ്ട് അത്ര പോരാ. അത് ഏജിന്റെ ഡിഫറൻസ് ആട്ടോ. പക്ഷെ പാട്ട് പാടാൻ പറ്റുമെങ്കിൽ ഒരിക്കലും കൈവിടരുത്. എന്താ? കാരണം എല്ലാവർക്കും ഒന്നും പാട്ട് പാടാൻ പറ്റില്ല. വളരെ ഞാൻ അത്ര നന്നായിട്ട് പാടുണ്ടോ? നന്നായിട്ട് പാടും. നിനക്ക് ശ്രുതി ഉണ്ട്, എല്ലാം ഉണ്ട്. വോയിസ് ചേഞ്ച് ആവുന്നതിന്റെ ഒരു ഇതാണ് നിനക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് പാടിയിരുന്നു കേട്ടോ. ഞാൻ സ്റ്റേജിലൊക്കെ പാടും. ഞാൻ ഗാനമേളക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ നന്നായി പാടുണ്ടോന്ന് എല്ലാരും ഒന്ന് പറയണേ. അറിയോ? എല്ലാരും ഒന്ന് പറഞ്ഞേ, ഉണ്ണിക്കുട്ട അസലായിട്ട് പാടുന്നുണ്ടെന്നൊന്ന് പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഒരു വലിയ ഗായകനാണ്. അത്രയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പറയരുതടാ. തൂഷനില മുറിച്ചു വെച്ചു, തുമ്പപ്പൂ ചോറു വിളമ്പി, ആശിച്ച കറിയെല്ലാം
നിരത്തി വെച്ചു പുള്ളുകളുറങ്ങിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും പുള്ളുകളുറങ്ങിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ അഞ്ഞര കണ്ണെഴുതി പാലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു തേതോ 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 തേ കഴിഞ്ഞു. അടിപൊളിയായില്ലേ? നമ്മളെവിടെ എത്തി? നമ്മള് കോഴിക്കോട് എത്തി. അതെ, നമ്മള് കോഴിക്കോട് പോകാം. അതെ, അലുവ വാങ്ങിക്കാം, ബിരിയാണി കഴിക്കാം. ഓക്കെ, എല്ലാവർക്കും ബൈ. ബൈ. നമ്മളെവിടെ എത്തി? നമ്മള്